ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ത്യൻ ഫുട്ബോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ഒരു ലേഖനം കഴിഞ്ഞ ദിവസം ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചിരുന്നു. അതായത് ISL ക്ലബ്ബുകളും ISLൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങളും വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 148 താരങ്ങളുടെ കരാറുകൾ അവസാനിക്കുകയാണ്. ഈ മാസത്തോടുകൂടി 148 താരങ്ങൾ ഫ്രീ ഏജന്റ് ആകും. അതിനുശേഷം അവരുടെ ഭാവി എന്താണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ വ്യക്തതകളും ഇല്ല. അതായത് ക്ലബ്ബുകൾ ഈ താരങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല. കോൺട്രാക്റ്റ് പുതുക്കാൻ ക്ലബ്ബുകൾ ഇപ്പോൾ സമ്മതിക്കുന്നില്ല, അതിന് തയ്യാറാകുന്നില്ല. ISLന്റെ കാര്യത്തിൽ വ്യക്തത ലഭിച്ചാൽ മാത്രമാണ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ എല്ലാ ക്ലബ്ബുകളും എടുത്തു വെച്ചിട്ടുള്ളത്. അതായത് കോൺട്രാക്റ്റ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഏത് ക്ലബ്ബിലും ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ താരങ്ങൾക്ക് തങ്ങളുടെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ ഒരു വിവരമില്ല. 148 താരങ്ങൾ ഫ്രീ ഏജന്റുമാരാവുകയാണ്. അതിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങളുമുണ്ട്. സന്ദേശ് ജിങ്കൻ, രാഹുൽ ബേക്കെ, അമരീന്ദർ സിംഗ്, ഡാനിഷ് ഫറൂഖ്, ഉദാന്ത സിംഗ്, രാഹുൽ KP, ബ്രൈസൺ ഫെർണാണ്ടസ് തുടങ്ങിയ പല പ്രധാനപ്പെട്ട താരങ്ങളുടെയും കരാറുകൾ അവസാനിക്കുകയാണ്. മാത്രമല്ല ഒട്ടുമിക്ക വിദേശ താരങ്ങളുടെയും കരാറുകൾ അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിദേശ താരങ്ങൾ എല്ലാവരും ഇന്ത്യ വിട്ട് പുറത്ത് പോകാനുള്ള സാധ്യതകൾ ഇപ്പോൾ കാണുന്നുണ്ട്. ക്ലബ്ബുകൾ കരാർ പുതുക്കുന്നില്ലെങ്കിൽ അടുത്ത മാസം തൊട്ട് തന്നെ പല വിദേശ താരങ്ങളും മറ്റുള്ള ക്ലബ്ബുകളെ അന്വേഷിച്ചു തുടങ്ങും. അങ്ങനെ സുപ്രധാന താരങ്ങളെ ISLന് നഷ്ടമാവാൻ സാധ്യതയുണ്ട് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും തങ്ങൾ പറയുന്ന രൂപത്തിൽ ISL നടന്നിട്ടില്ലെങ്കിൽ ISLൽ നിന്നും പിന്മാറാൻ പല ക്ലബ്ബുകളും ഇപ്പോൾ ഒരുക്കമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള പല ക്ലബ്ബുകളും അടച്ച് പൂട്ടലിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. പുതിയ കരാറുകൾ നൽകാൻ അവർ തയ്യാറാകുന്നില്ല. കരാറുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളും ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. ഏതായാലും ജീനിയസ് സ്പോർട്സിന്റെ ബിഡ് സ്വീകരിക്കാനാണ് ഫെഡറേഷൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ ക്ലബ്ബുകൾക്ക് ഇതിനോട് എതിർപ്പുണ്ട്. മറിച്ച് ക്ലബ്ബുകൾ തന്നെ ഈ ലീഗിനെ മുന്നോട്ട് കൊണ്ടുപോകാം, അത്തരത്തിലുള്ള ഒരു മോഡൽ അവർ ഫെഡറേഷന് മുന്നിൽ സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇത് സ്വീകരിക്കാൻ ഫെഡറേഷൻ ഒരുക്കമല്ല. അങ്ങനെ ഫെഡറേഷൻ ഒരു കടുംപിടുത്തത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ക്ലബ്ബുകളും ഇത്തവണ ഒരു കടുംപിടുത്തത്തിലാണ്. ഇതെല്ലാം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ISLനെ ഇനി കാണാൻ കഴിഞ്ഞേക്കില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.